ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം ക്യൂട്ട് ഡോട്ടർ. അങ്ങനെ ഹീറോയി പറയുന്നു മച്ചേ നമുക്ക് കോളേജിൽ പോവാം, ലേറ്റാവും. എടി ദീദി ഹോസ്പിറ്റലിലുള്ളടി, നമുക്ക് പോവാം. ഭയങ്കര കുട്ടി ചനിക്കുന്നടി. എടി കോളേജിൽ പോകണ്ടേ? എടി മണ്ടി മുത്തു, ലേറ്റായിടി, ഇന്ന് കോളേജില്ല. എന്താ? പ്രിൻസിപ്പൽ, അതെ പ്രിൻസിപ്പലിൻ്റെ റൂമിലത്തെ ഡോക്യുമെൻ്റ് കട്ട് ചെയ്തു. അതാരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്ന് ക്ലാസ്സില്ല പ്രിൻസിപ്പൾക്ക്. പ്രിൻസിപ്പൽ പോയിരുന്നു, അങ്ങനെ ഇന്ന് ക്ലാസ്സില്ല അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റൽ വിളിച്ചുകൊണ്ട് പോയി. ഈ ഫോട്ടോയിൽ കാണുന്ന മതി ഹോസ്പിറ്റലിൽ വന്നു. വാവ്, ഹോസ്പിറ്റൽ കാണാൻ ഭംഗിയിട്ടുണ്ടല്ലോടി. വാടി മുത്തു, അകത്ത് വാ. അങ്ങനെ ഹീറോയിൻ അകത്ത് വന്നു നോക്കുമ്പോൾ ഹോസ്പിറ്റൽ കാണാൻ നല്ല ഭംഗിയായിട്ടായിരുന്നു. വാവ്, ശരിക്കും പറഞ്ഞ് ഭംഗിയായിട്ടുണ്ടെടി. എടി ഞാൻ ബുർക്ക ഇട്ടില്ല, മോസിലടെ ഷടക്ക് ഷോളിട്ടു, ബ്ലൂ കളർ ചൂതയിട്ടിരുന്നു. ഒരു മാസ്ക് ഇട്ടോ. അങ്ങനെ ഹോസ്പിറ്റൽ പറയുന്ന ഹോസ്പിറ്റലിൽ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടർ അകത്തുണ്ടായിരുന്നു. എടി അങ്ങനെ കുട്ടി കയറി, കുട്ടി ജനിച്ചു. അങ്ങനെ കരയുന്ന സൗണ്ട് കേട്ടു. എടി ഇതെന്തടി തിരിക്കേണ്ട കയറിന, എടി കുട്ടി ജനിച്ചു. അങ്ങനെ കുട്ടി ജനിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ബേബീനെ എടുത്തോണ്ട് സിസ്റ്റർ വന്നു. അങ്ങനെ ഒരു കുട്ടി പ്രശ്നമൊന്നുമില്ല. ജേഹൂപ്പ് അവിടുന്ന് വന്നു. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ജേഹൂപ്പായിരുന്നു. ജേഹൂപ്പിനെ കണ്ട് ഹീറോയ്ക്ക് ഫ്ലാറ്റായി. ബട്ടർഫ്ലൈൻ പറക്കുന്ന മതി. വാവ്, ഇവന് കണ്ണ് കാണാൻ നല്ല ഹാൻസം ആയിട്ടുണ്ടല്ലോ. ആരാ എന്നെ നോക്കാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ജേഹൂപ്പ് അവിടുന്ന് പോയി. പേര് ജേഹൂപ്പ്. ജേഹൂപ്പാണോ? അങ്ങനെ ഹീറോയിനെ സൈറ്റ് അടിക്കാൻ തുടങ്ങി. ഇങ്ങനെ പുറകിൽ വന്നു ജേഹൂപ്പിൻ്റെ റോസ് പിടിച്ച് വലിച്ചു. എടി മഞ്ചി, നീ എവിടൊക്കെ പോവാ? എടി എനിക്ക് അവിടെ വീട് കാണണം. അയ്യോ, ഇവിടെ ഒരു കാര്യം. അങ്ങനെയായിട്ട് ഇങ്ങനെ പറത്ത് പോകുമ്പോൾ അവിടെ ബോർഡിൽ ഹോസ്പിറ്റലിൽ നെയിം വരെ ഉണ്ട്, ജേഹൂപ്പ്. അങ്ങനെയായിട്ട് ജേഹൂപ്പ് ആ ഡോക്ടറിൻ്റെ പേര് ഫോട്ടോസ് കണ്ടു. അങ്ങനെ ഫോട്ടോസ് കണ്ടു ജേഹൂപ്പിൻ്റെ. അപ്പോൾ ഇതാണ് ജേഹൂപ്പ്, ഞാൻ ഒരിക്കൽ നോക്കിയേ പറ്റൂ. അങ്ങനെയായിട്ട് ഹീറോയിൻ പറയാൻ തുടങ്ങി. അങ്ങനെ ജേഹൂപ്പ് അങ്ങനെ രാവിലെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ കുറച്ച് നേരം താമസിച്ചു. ഞങ്ങൾ നിന്നോളാം, നാളെ പോകാനും ഡോക്ടർ പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ. ഹീറോയിൻ ഗുഡു രാവിലെ ഫ്രണ്ടിൽ വിളിച്ചോണ്ട് പോയി. സ്കൂൾ ഉണ്ടടി, ഇന്ന് കോളേജ് ഉണ്ടടി മച്ചി. എനിക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ കോളേജിൽ പോവാം. അയ്യോ, ഇവള് രാവിലെ അങ്ങനെ ഹോസ്പിറ്റൽ ഗുഡു ഓടി വന്നു. അങ്ങനെ ദീദി ഇതാ ആപ്പിൾ, ഫ്രൂട്ട്, ഓറഞ്ച്. എന്നമ്മ ഇന്ന് കോളേജില്ലേ? ഉണ്ട് ചേച്ചി, ദീദിനെ കണ്ടിട്ടേ പോവും. ഇന്ന് ക്ലാസ് ഇന്ന് കുറച്ച് ലേറ്റാവാ ദീദി. അങ്ങനെയായിട്ട് പറഞ്ഞു. ഇന്ന് പ്രേഡ് കുറച്ചേ ഉള്ളത് ദീദി. ശരി അങ്ങനെ പറഞ്ഞു. ഇന്ന് 2 പാഠം മാത്രം, ഉച്ചക്കാണ് ക്ലാസ് സ്റ്റാർട്ടുന്നത്. രാവിലെ ഇന്ന് എന്ത് ഫ്രീയാണ് ക്ലാസ്. അങ്ങനെ വെച്ച് ദീദിയോട് ജേഹൂപ്പ് വന്നു. മാസ്ക് കുട്ടിയായിരുന്നു. അതിനകത്ത് ഹോസ്പിറ്റലകത്ത് റൂമിൻ്റെ അടുത്ത് വന്നു. പ്രശ്നം എങ്ങനെയുണ്ട്, സോൾവ് ആകുന്നുണ്ട്. ജേഹൂപ്പ് അങ്ങനെ മാസ്ക് ഊറി. ജേഹൂപ്പ് മാസ്ക് ഊറി. അങ്ങനെ ജേഹൂപ്പിൽ ഒരാൾ പറഞ്ഞു ജേഹൂപ്പ് മാസ്ക് ഊറിയായിരുന്നു. അങ്ങനെ ജേഹൂപ്പ് സംസാരിക്കും, മാസ്ക് ഊറിയായിരുന്നു. ഹലോ, എന്താ പറ്റിടാ ജെമീൻ? ഞാൻ വരാടാ. അങ്ങനെ ജേഹൂപ്പ് മാസ്ക് ഊറിയാണ് കണ്ട് ജേഹൂപ്പിനെ ഫുൾ മെഡ് നോക്കി. വാവ്, ഇവനെ കാണാൻ സമയമുണ്ട്. ഫോട്ടോയിലെല്ലാം കാണുന്നത് നേരിൽ കാണാൻ ഹാൻസമായിട്ടുണ്ടല്ലോ. അങ്ങനെ ജോലി വിട്ട് നോക്കി. റോസ് മണ്ടക്കിട്ടു. എന്തടി? ജേഹൂപ്പ് മാസ്ക് ഇട്ടു. അതെ, പുറത്ത് പോയിട്ട് സംസാരിച്ചായിരുന്നു. ജേഹൂപ്പിൻ്റെ റൂമിൽ മാസ്ക് ഊറിയായിരുന്നു. ഫോളോ ചെയ്ത് പോയായിരുന്നു. ഓക്കെ. മാസ്ക് കൂട്ടി വന്നു, പുറത്ത് ഇറങ്ങി. അയ്യോ ഇവിടുന്ന് ഓടി പോവാൻ. അങ്ങനെ ജിമ്മിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. എന്താടാ ചേച്ചി? ഇല്ലടാ, മമ്മി പറയുന്നു ഇതാ ഫോട്ടോ, നിനക്ക് പെണ്ണിൻ്റെ ഫോട്ടോ. അയ്യോ, ഈ അമ്മക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയുന്നത് കേട്ടു. ഇത് കേട്ട് ഹീറോയിൻ്റെ മമ്മിക്ക് ഇതിനെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ. അങ്ങനെ ജേഹൂപ്പിന് ഓക്കെ, ഇവന് മാരേജ് കേട്ട് ഇഷ്ടമല്ലപ്പാ. അങ്ങനെയായിട്ട് പോയി ഹീറോയിൻ്റെ മമ്മി ഡാഡി. അങ്ങനെ അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് കഴിപ്പിക്കാനത്ത് മമ്മി ഡാഡി പ്ലാൻ ചെയ്യുന്നത്. ഫോട്ടോസ് വന്നു. അങ്ങനെ മമ്മിക്ക് ബ്ലാക്ക് മാരേജ് ബ്ലോക്കർ പറയുന്നത് ഇവൻ്റെ പേരാണിത്. ഫോട്ടോസ് ഇതെല്ലാം കാട്ടാൻ തുടങ്ങിയിട്ട് അങ്ങനെ ജേഹൂപ്പിന് ഫോട്ടോ വന്നു. ഇത് സെറ്റാല്ല, അതിൻ്റെ പേര് മാറ്റി. ഓക്കെ, നിപ്പിക്ക് സ്റ്റോപ്പ്. ഹീറോയിൻ മമ്മി, ഇത് ജേഹൂപ്പാണ്, ഡോക്ടറാണ്. എനിക്ക് ചെക്കന് ഓക്കെ. ആൻറ്റി മാം, ഇതെങ്ങനെ മാം സെറ്റാവോ? ഇവരൊക്കെ കുറച്ച് ഏജ് ഗ്യാപ്പുണ്ട് മാം. പ്രശ്നമൊന്നുമില്ല. എത്ര ഏജാണ്? ഇത്രയാണ് മാം. ഇറ്റ്സ് ഓക്കെ, പ്രോബ്ലം ഒന്നുമില്ല. ഇവനെ എനിക്ക് ഓക്കെയാണ്. ഹീറോയിൻ്റെ ഡാഡിക്ക് ഷോക്ക്. എന്താണ് ഈ പറയാം, ഇവൻ നല്ല ചെക്കനാണ്. അതിനായിട്ട് പറഞ്ഞു. ഹീറോയിൻ മമ്മി ഹോസ്പിറ്റലിലേക്ക് വന്നായിരുന്നു. അങ്ങനെ ഫാമിലി ഫ്രണ്ട്സായിരുന്നു. റോസിൻ്റെ അമ്മയും ഹീറോയിൻ മമ്മി ഫ്രണ്ട്സാണ്. സീനിയറാണ് റോസിൻ്റെ അമ്മ. അങ്ങനെ കൊണ്ട് ഫ്രണ്ട്സാണ് മതി. ഓക്കെ അങ്ങനെ പറഞ്ഞു. പിന്നെ ജേഹൂപ്പിൻ്റെ മമ്മിയോട് പറഞ്ഞു, ജേഹൂപ്പ് എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. ജേഹൂപ്പ് പറയാൻ തുടങ്ങി.
അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല ജേഹൂബ്, നീ മാരേജ് കഴിച്ചേ പറ്റൂ. മമ്മി ഭയങ്കര മെറിറ്റായിരുന്നു, ഓക്കെ പറഞ്ഞു. അമ്മ ഇന്ത്യ സിറ്റിസൺ മാരേജാണ് ജേഹൂബ്, അങ്ങനെ ഇന്ത്യ സൈസ് മാരേജാണ്. അങ്ങനെ ജേഹൂബ് മാരേജ് ഓക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും മാരേജായി. അങ്ങനെ കൊണ്ട് ജേഹൂബ് കൺഫ്യൂസ് ആയിരുന്നു, എന്താണ് എന്ത് മാരേജാണ്, റിച്ച് മാരേജ് കഴിഞ്ഞു. ജേഹൂബും കൺഫ്യൂസ് ആയിരുന്നു. ശരി ഓക്കെ, ജേഹൂബിൻ്റെ മമ്മി ഡാഡി ലവ് മാരേജാണ്. ജേഹൂബ് മമ്മി മുസ്ലിമാണ്, അതുകൊണ്ട് ലവ് മാരേജായിരുന്നു. അങ്ങനെയായിട്ട് ജേഹൂബും മാരേജായി. ഹീറോയിൻ്റെ വീട് നോക്കിയായിരുന്നു. ശരി, അങ്ങനെ റെസ്റ്റ് എടുത്തു. എനിക്ക് കുറച്ച് ജോലി ഉണ്ട്, ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ജേഹൂബ് പറഞ്ഞ അവിടുന്ന് കിടന്നു ഉറങ്ങി. ഇവനെന്ത് കാര്യമാണ് അങ്ങനെ കിടന്നു ഉറങ്ങി. രാവിലെ എണീച്ച് ജേഹൂബ് എണീച്ച് വേഗം രാവിലെ പോയി. എന്ത് വിഷമത്തിന്, എന്ത് പറ്റുമ്മ, നിങ്ങൾ മൂന്നാൾ ശരിയില്ല, എന്ത് പറ്റുമ്മ? അവന് രാവിലെ എണീച്ച് പോയി. ജേഹൂബിൻ്റെ ഫ്രണ്ട് പറയുന്ന ജിമ്മി പറയുന്നെങ്കിൽ എന്താടാ വേഗം വന്നാൽ, എല്ലാം നടന്നോ? ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ജേഹൂബ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കുറച്ച് ഭയങ്കര ബിസി ആവാൻ തുടങ്ങി. ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ പറയാൻ തുടങ്ങി, ഇങ്ങനെ നീ കുറച്ച് നാൾ 1 month ലീവ് എടുത്തോ. സാർ എന്താ സാർ പറയുന്ന, ജിൻ പറയാൻ തുടങ്ങി. ജിന്നാണ് MD. അങ്ങനെ പറഞ്ഞു, ശരി ഓക്കെ 1 month ലീവ് എടുത്തോ. ശരി ഓക്കെ സാർ. അങ്ങനെ വീട്ടിൽ വന്ന് ജേഹൂബ് ഒന്നും കണ്ടുകാതെ റെസ്റ്റ് എടുക്കാതെ ജേഹൂബ് മുറയ്ക്കാൻ തുടങ്ങി. ഇവനെ കണ്ടെക്കണ്ട, ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഹീറോയിൻ മുറച്ച് വീട്ടിലേക്ക് പോയി. ജേഹൂബ് വന്ന് വീട്ടിലേക്ക് വീട്ടിലില്ല. എന്താടാ ജേഹൂബ് മമ്മി പറയും, നീ എന്താടാ മാരേജ് കഴിച്ച് വൈഫിനെ കണ്ടിക്കാത്ത മമ്മി പറയുന്നേക്ക്. ജേഹൂബ് അകത്ത് വന്ന് നോക്കുക, ഒരു ബുക്ക് കണ്ടു. ആ ബുക്കിൽ എൻ്റെ ലവ് ലെറ്റർ ഉണ്ടായിരുന്നു. അത് വായിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ലെറ്റർ വായിക്കാൻ തുടങ്ങി. ജേഹൂബ് കണ്ണ് ഭർത്താവാൻ തുടങ്ങി. ഇവൾ ലവ് ചെയ്തതാണ്. ജേഹൂബൊക്കെ കഷ്ടമായി, ഇവളെന്നെ സെൻസിറ്റീവ് ലവ് ചെയ്തായിരുന്നല്ലോ. അങ്ങനെ ജേഹൂബ് ലവ് ലെറ്റർ ഫുൾ വായിച്ചു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്ന് നോക്കുക. ഹീറോയിൻ ടെൻഷനായിരുന്നു. അങ്ങനെ ഈ കണ്ട് കാലം കിടന്നു. ജേഹൂബ് വന്ന് സംസാരിക്കാൻ തുടങ്ങി. മിണ്ടാതെ പോയി. ജേഹൂബ് പറയാൻ തുടങ്ങി, വീട്ടിലാരുമില്ലേ? ഇല്ല അമ്മ മോളെ ഞാൻ പോവാണ്. ഞാൻ കുറച്ച് വൈകിട്ടാവും, രാത്രിയാവും ഉമ്മ ഞാൻ വരുമ്പോൾ, 12 മണിയാവും. അങ്ങനെ പറഞ്ഞ് ഉമ്മ അവിടുന്ന് പോയി. ഇപ്പോൾ ആരുമില്ല.